ഹലോ ഗായ്സ്, വെൽക്കം ടു ആദീസ് വ്ലോഗ്. ഇന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണി ആയാലോ? അപ്പം ബായോ. ഞങ്ങളെ ഈസി റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നേരത്തെ എടുത്തു വച്ചിരുന്ന അരിയെ നമുക്ക് നല്ലതുപോലെ കഴുകണം. ഒരു 3-4 വെള്ളത്തിൽ കഴുകി അതിനെ നമുക്ക് കുതിർക്കാൻ വെക്കണം, അഥവാ സോക്ക് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മൾ കുക്കർ അതിലോട്ട് വെക്കാം. കുക്കർ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവേപ്പട്ട, കറുവേല, പിന്നെ തക്കോലവും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് അത് നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അത് നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് ഒന്നേനെ അത് എല്ലാം കൂടി യോജിപ്പിക്കാം. എന്നിട്ട് അത് നല്ല എല്ലാം കൂടി ഒന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്കിനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇത് 3ഉം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരിക്കൽ കൂടി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ല വരണ്ട് വന്നതിന് ശേഷം നമുക്കിനി കരിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മെയിൻ സാധനം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പുരട്ടി എടുക്കാം. എല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് അതിനെ വേവിച്ച് റെഡിയാക്കി എടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ അടപ്പ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടച്ചു വെച്ച് പിന്നെ ഒരു 10 മിനിറ്റും കൂടി അത് വേവിച്ചെടുത്തിട്ട് നമുക്ക് പതുക്കെ തുറന്നു കൊടുക്കാം. എന്നിട്ട് ഒരിക്കൽ കൂടി അതങ്ങ് ഇളക്കി കൊടുക്കണം നല്ലോണം. നമ്മൾ ചിക്കനൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ മെയിൻ ഐറ്റമായ ബിരിയാണി റൈസ് ആഡ് ചെയ്ത് കൊടുത്താലോ? അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ചിക്കനും ആ മസാലയും ഒക്കെ അതിൽ നല്ലതുപോലെ സെറ്റായി കിട്ടണ വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇളക്കി വെക്കണം. ഇതിലേക്ക് ഇനി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 4 പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പുരട്ടിയെടുത്തതിന് ശേഷം
നമുക്കിനി ബിരിയാണിക്ക് വേവാൻ ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്കറിനെ അങ്ങ് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 വിസിൽ മതിയാവും കേട്ടോ. അതിനുശേഷം നമുക്ക് ബിരിയാണിക്ക് ഡെക്കറേഷൻ അല്ലേ മെയിൻ, അതിനു വേണ്ടി നമുക്ക് ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു. ഇനി നമുക്ക് 2 സ്പൂൺ നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നീളത്തിൽ അരിഞ്ഞ ഉള്ളിയാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ വരട്ടി നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വിസിലും കൂടി കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തിരുന്ന് തന്നെ നല്ലതുപോലെ വെന്ത് സെറ്റായി കിട്ടും. കണ്ടോ ഗായ്സ്, നമ്മളെ ഉള്ളി നല്ലതുപോലെ വരണ്ട് കിട്ടി. ഇനി നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് കുക്കർ തുറക്കാം. കുക്കർ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണ് വിസിൽ കേൾക്കുന്നത് ഫുള്ള് തീർന്നിട്ട് വേണം തുറക്കാൻ. തുറന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നേരത്തെ മുരിപ്പിച്ച് വെച്ചിരുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പൊന്നു, നല്ല മണം. അതിൽ കൂടെ തന്നെ ഇതെന്തായാലും നല്ല ടേസ്റ്റുമാണ് ഗൈസ് ഇത് കഴിക്കാൻ. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.